ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഗസയിലെ ഫലസ്തീനികളെ സ്വമേധയാ പുറത്താക്കാനുള്ള അമേരിക്കൻ പദ്ധതിയെക്കുറിച്ചുള്ള വാർത്തകളാണ് ശ്രദ്ധയാകർഷിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഗസയെ ഒരു ടൂറിസം കേന്ദ്രമോ ടെക് ഹബ്ബോ ആക്കി മാറ്റാനുള്ള പദ്ധതി ആലോചിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിനാസ്പദമാക്കിയുള്ള പുതിയ റിപ്പോർട്ടുകൾ അതിലേറെ ഞെട്ടിപ്പിക്കുന്നതാണ്. ആദ്യമായി പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ 2023 ഒക്ടോബർ 7 ആരംഭിച്ച ഇസ്രായേലിന്റെ കൊടുംക്രൂരത ഗസയെ തകർത്തിരിക്കുകയാണ്. യുദ്ധത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു, ലക്ഷക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി, ഗസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിച്ചു, ജനങ്ങൾ ദാരിദ്ര്യത്തിലും ഭീതിയിലും ജീവിക്കുന്നു. അന്ന് 2024 തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും അധികാരത്തിലെത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഗസയുടെ പുനർനിർമ്മാണത്തിനായി ഒരു വമ്പൻ പദ്ധതി ആലോചിക്കുന്നു. ഈ പദ്ധതിയുടെ പേരായിരുന്നു ഗ്രേറ്റ് ട്രസ്റ്റ്, ഗാസ റീകൺസ്ട്രക്ഷൻ എംപവർമെന്റ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ട്രസ്റ്റ്. ഈ ട്രസ്റ്റിന് കീഴിൽ അമേരിക്ക ഗസയെ കുറഞ്ഞത് 10 വർഷത്തേക്കെങ്കിലും നിയന്ത്രിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഗസയെ ഒരു ആഡംബര ടൂറിസം കേന്ദ്രമാക്കി മാറ്റുക, ഹൈടെക് മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി ഉയർത്തുക, ആധുനിക AI പവേർഡ് സ്മാർട്ട് സിറ്റികൾ നിർമ്മിക്കുക, മിഡിൽ ഈസ്റ്റിൻ്റെ റിവിയറ എന്നാണ് അന്നതിനെ വിശേഷിപ്പിച്ചിരുന്നത്. ദുബായ് മാതൃകയിൽ ബീച്ച് റിസോർട്ടുകളും അമ്പരചുംബികളായ ഡാറ്റാ സെൻറ്ററുകളുമൊക്കെ സൃഷ്ടിക്കുക. പക്ഷേ ഇതിനായി ഗസയിലെ ഫലസ്തീനികളെ സ്വമേധയാ പുറത്താക്കണം. ഓരോരുത്തർക്കും $5000, ഏകദേശം 4 ലക്ഷം ഇന്ത്യൻ രൂപ നൽകി 4 വർഷത്തെ വാടക സബ്സിഡിയും 1 വർഷത്തെ ഭക്ഷണ സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ഈ സ്വമേധയാ പുറത്താക്കൽ പദ്ധതി ആവിഷ്കരിച്ചത്. ഇത് സ്വമേധയാണെന്ന് പറയുന്നുണ്ടെങ്കിലും നിലവിലെ യുദ്ധത്തിൻ്റെ ഭീതിയും അവിടെ ഇസ്രായേൽ നടത്തുന്ന നിർബന്ധിത ദാരിദ്ര്യവും കണക്കിലെടുക്കുമ്പോൾ ഇത് നിർബന്ധിത കുടിയൊഴിപ്പിക്കൽ തന്നെയാണ്. കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 5 ലക്ഷം ഫലസ്തീനികളെ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റാനാണ് പദ്ധതി. അതിൽ 75% സ്ഥിരമായി തന്നെ. ഗസയെ അങ്ങനെ 8 AI നിയന്ത്രിത സ്മാർട്ട് സിറ്റികളാക്കി മാറ്റുക, ഗൾഫ് നേതാക്കളുടെ പേരിൽ ഹൈവേകൾ നിർമ്മിക്കുക, ഓരോ പുതിയ അപ്പാർട്ട്മെൻറ്റിനും $75,000 ചെലവ് വരുമെന്നും ഓരോ ഫലസ്തീനി പുറത്തു പോകുമ്പോൾ $23,000 ലാഭിക്കാമെന്നും കണക്കുകൾ പറയുന്നു. ഗാസയിൽ സ്വന്തമായി ഭൂമിയുള്ളവർ അത് ട്രസ്റ്റിന് കൈമാറുമ്പോൾ ഒരു ഡിജിറ്റൽ ടോക്കൺ ലഭിക്കും. ഇത് പുതിയ ജീവിതം ആരംഭിക്കാനുള്ള സാമ്പത്തിക സഹായമാണെന്നും അവർ പറഞ്ഞു വെക്കുന്നു. അല്ലെങ്കിൽ പുതിയ സ്മാർട്ട് സിറ്റികളിൽ അപ്പാർട്ട്മെൻറ്റ് നൽകും. ഈ ആശയം ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ ട്രംപിൻ്റെ മരുമകനും മുൻ ഉപദേശകനുമായ ജാരഡ് കുഷ്ണറാണ് ഈ പദ്ധതിയുടെ പ്രധാന പ്രചാരകൻ. അദ്ദേഹം നേരത്തെ ഗസയെ ക്ലീനപ്പ് ചെയ്യണമെന്നും ജനങ്ങളെ നെഗേവ് മരുഭൂമിയിലേക്ക് മാറ്റണമെന്നും പറഞ്ഞിരുന്നു. ടോണി ബ്ലെയർ പോലുള്ള അന്താരാഷ്ട്ര നേതാക്കളുമായി ചർച്ചകളും നടത്തിയിരുന്നു. ഗാസയിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന US ഇസ്രായേൽ പിന്തുണയുള്ള ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ രൂപീകരിച്ച അതേ സംഘം തന്നെയാണ് ഈ പദ്ധതിയുടെ ആസൂത്രകർ. ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പിൻ്റെ ഭാഗമായി ചിലർ ഉൾപ്പെടുന്ന ഈ സംഘം 38 പേജ് വരുന്ന വിശദമായ പദ്ധതി രേഖ പോലും തയ്യാറാക്കിയിട്ടുണ്ട്. അമേരിക്കൻ ടാക്സ് പേയർമാരുടെ പണം ഉപയോഗിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ചെലവ് ബില്യണുകളിലായിരിക്കും. ഇലോൺ മസ്കിൻ്റെ നേതൃത്വത്തിലുള്ള മെഗാ ഇലക്ട്രിക് വെഹിക്കിൾ പ്ലാന്റുകൾ ഗാസയിൽ നിർമ്മിക്കും. സൗദി ബിൻ ലാദൻ കൺസ്ട്രക്ഷൻ കമ്പനി പോലുള്ളവരുമായി ചേർന്ന് അടിസ്ഥാന സൗകര്യ വികസനം, ഇസ്രായേൽ അതിർത്തിയോട് ചേർന്ന് ഡാറ്റാ സെൻറ്ററുകളും വ്യവസായശാലകളും ഉയരും. തുടക്കത്തിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഉഭയകക്ഷി കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ട്രസ്റ്റ് രൂപീകരിക്കും. അറബ് ലോകത്തു നിന്നുള്ള നിക്ഷേപങ്ങളുണ്ടാകും. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഫലസ്തീനികളെ ഡീറാഡിക്കലൈസ് ചെയ്യും. പിന്നീട് സ്വയംഭരണ സംവിധാനം സജ്ജമാക്കി സ്വതന്ത്ര ഫലസ്തീൻ ഭരണകൂടത്തിന് നിയന്ത്രണം കൈമാറും. ഈ അതോറിറ്റി അബ്രഹാം അക്കോർഡിൽ ചേരുമെന്നും പറയുന്നു. ചരിത്രപരമായി നോക്കിയാൽ ഇത് 1948 നക്ബയുടെ ആവർത്തനമാണ്. അന്ന് ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ കുടിയൊഴിപ്പിക്കപ്പെട്ടു. ഇപ്പോഴും ഫലസ്തീനികൾ തങ്ങളുടെ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ എന്നാണ് ചോദ്യം. ചില റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധഭീതിയിൽ $5,000 മുതൽ $10,000 വരെ ബ്രോക്കർമാർക്ക് നൽകി ഈജിപ്തിലേക്ക് പോകുന്നവരുണ്ട്. പക്ഷേ നമ്മൾ അറിയുന്ന ഫലസ്തീനികൾ ഭൂരിഭാഗവും പ്രതിരോധിക്കുക തന്നെ ചെയ്യും. മുൻ US സ്റ്റേറ്റ് സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥൻ ജോഷ് പോൾ ഇതിനെ ഡാർക്ക് പാത്ത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് ശരിയായ കുടിയൊഴിപ്പിക്കലാണ്. ഗസയിലെ വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടികളുടെ വിലയെക്കുറിച്ച് ലോകരാജ്യങ്ങൾക്ക് കൃത്യമായി ധാരണ തന്നെയുണ്ട്. ഏറ്റവും ശ്രദ്ധേയം ഗൾഫ് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും അടങ്ങുന്ന അന്താരാഷ്ട്ര പങ്കാളികളും ഇതിൽ ഉൾപ്പെടുന്നു. ഈ പദ്ധതി നടപ്പാകുമോ എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ട്രംപ് ഗാസയെ പശ്ചിമേഷ്യയുടെ റിവിയർ ആക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സാക്ഷി നിർത്തിയുള്ള ആ പ്രഖ്യാപനം ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിക്കുകയും ചെയ്തു. അമേരിക്കയുടെ സഖ്യകക്ഷികൾ ഉൾപ്പെടെ രൂക്ഷമായി പ്രതികരിക്കുകയും ഫലസ്തീനികളെ ഒഴിപ്പിച്ചുള്ള ഒരു പദ്ധതിയും അനുവദിക്കില്ലെന്നും അന്ന് അവർ ഒറ്റക്കെട്ടായി പറയുകയും ചെയ്തു. ഇതോടെ ട്രംപ് പിന്നീട് അതേക്കുറിച്ച് മിണ്ടാതെയായി. പക്ഷേ വൈറ്റ് ഹൗസിൽ നടക്കുന്ന അന്തിചർച്ചകൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ യുദ്ധാനന്തര പദ്ധതി ചർച്ച ചെയ്യാനായി ഒരു അടിയന്തര യോഗം ചേർന്നു.
ട്രംപിൻ്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, ട്രംപിൻ്റെ പ്രത്യേക പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവർ പങ്കെടുത്തു. പ്രത്യേക ക്ഷണിതാവായി മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറും എത്തി. ഈ യോഗത്തിലെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ പഴയ റിവിയേറ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് സൂചനകൾ. ഭാവി ഗസയെക്കുറിച്ച് ട്രംപിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടെന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.